നമസ്കാരം. സമഗ്രമായ ജീവിത സമീപനം. അള്ളാഹുവിനെ ഹൃദയത്തിൽ പൂർണ്ണമായ വിധത്തിൽ ഓർക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പ്രകീർത്തിക്കുകയും പരിശുദ്ധപ്പെടുത്തുകയും ഹൃദയമറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഹൃദയ സാന്നിധ്യത്തോടെയുള്ള ഒരു ആരാധനയാണ് നമസ്കാരം. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നാഥൻ ഒന്നാണ്. അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. പ്രസ്തുത വിശ്വാസത്തിൻ്റെ പ്രകടമായ നിദർശനം അതാണ് നമസ്കാരം. ദിവസേന 5 തവണ നടത്തുന്ന പ്രധാന ആരാധനാകർമ്മമായ നമസ്കാരം മനുഷ്യൻ്റെ മാനസിക ഉന്മേഷം, വൈകാരിക സ്ഥിരത എന്നിവയെ കൂടി സ്വാധീനിക്കുന്നു. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനോട് പ്രാർത്ഥിക്കുകയും ദൈവിക സന്ദേശങ്ങൾ പാരായണം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ചലനങ്ങൾ അവൻ്റെ മനസ്സിൽ രൂപപ്പെടുത്തുന്നു. ഭൗതിക അതിരുകൾക്കപ്പുറത്തുള്ള സമാധാനത്തിൻ്റെയും ആത്മീയ പുനരുജ്ജീവനത്തിൻ്റെയും ഉറവിടമാണ് നമസ്കാരം. ആധുനിക ജീവിതം പലപ്പോഴും സമ്മർദ്ദങ്ങൾ നിറഞ്ഞതാണ്. ജോലി ആവശ്യങ്ങൾ, സാമൂഹിക ബാധ്യതകൾ, അപ്രതീക്ഷിത പ്രതിസന്ധികൾ എന്നിവയൊക്കെ മനുഷ്യൻ്റെ മനസ്സിന് ഭാരമാവുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സിന് സ്വസ്ഥത നൽകാൻ നമസ്കാരം സഹായിക്കുന്നു. അള്ളാഹുവുമായുള്ള ബന്ധത്തിൻ്റെ നിമിഷങ്ങൾ കൊണ്ട് ദിവസം തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് ലൗകിക ആശങ്കകളിൽ നിന്ന് ശാശ്വത സത്യത്തിലേക്ക് മനസ്സിനെ ചിന്തിപ്പിക്കാൻ കാരണമാവുന്നു. ജീവിതത്തെക്കുറിച്ച് വിശാലമായ വീക്ഷണം നൽകുന്നു. ഇതൊരു വ്യക്തിയെ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്നത് തടയുന്നു. വർത്തമാനകാല ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളുമായി സമരസപ്പെട്ട് ക്ലേശങ്ങളെ ക്ഷമാപൂർവം നേരിടാനും അതിജയിക്കാനുമുള്ള ശക്തി നമസ്കാരം പകർന്നു കൊടുക്കുന്നു. ദുശ്ചെയ്തികളിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രേരിപ്പിച്ചു അവൻ്റെ ജീവിതം രചനാത്മകമാക്കി തീർക്കുന്നു. നമ്മുടെ ഒരു ദിനത്തിന് താളവും ക്രമവും കൊണ്ടുവരുന്നതിൽ നമസ്കാരം സ്വാധീനം ചെലുത്തുന്നു. സൂര്യോദയത്തിന് മുമ്പ് തുടങ്ങിയ നിർണിത സമയങ്ങളിൽ നമസ്കാരത്തിന് വേണ്ടി സ്വയം ചിട്ടപ്പെടുത്തുന്നത് ഒരു ദിനചര്യയെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മെ സഹായിക്കുന്നു. 5 നേരത്തെ നമസ്കാരത്തിനനുസൃതമായി തൻ്റെ ദിനചര്യയെ രൂപപ്പെടുത്തുന്നത് ഒരാളെ ടൈം മാനേജ്മെൻറ്റിലും ഏറെ സഹായിക്കും. ഓരോ നിമിഷവും എത്രമാത്രം പ്രാധാന്യം നിറഞ്ഞതാണെന്ന ബോധവും ഓരോ നിമിഷവും വിലമതിക്കുന്നതാണെന്ന ചിന്തയും വളർത്താനും നമസ്കാരം നമ്മെ സഹായിക്കും. നമ്മുടെ ഒരു ദിവസത്തെ ജോലികളിൽ പ്രധാനമുള്ളവയ്ക്ക് മുൻഗണന നൽകുക എന്ന കഴിവിനെ വളർത്താനും നമസ്കാരം സഹായകമാവുന്നു. പിന്നത്തേക്ക് നീട്ടിവെക്കുക എന്ന സ്വഭാവത്തിൽ നിന്നും തടഞ്ഞു കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യുക എന്ന ശീലത്തെ വളർത്തുന്നു. മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും സമന്വയിപ്പിക്കുന്ന ഒന്നാണ് നമസ്കാരം. മറ്റുള്ള ചിന്തകളിൽ നിന്ന് സ്വന്തം മനസ്സിനെ മാറ്റി നമസ്കാരത്തിലേക്കും അതിലെ പ്രാർത്ഥനയിലേക്കും ഖുർആൻ പാരായണത്തിലേക്കുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നാം ശ്രമിക്കുന്നു. ഈ പരിശീലനം ഒരാൾക്ക് സുസ്ഥിരതയുള്ള മനസ്സും വികാരങ്ങളെ നിയന്ത്രിക്കാനുമുള്ള കഴിവും നൽകുന്നു. അള്ളാഹുവുമായുള്ള ഏറ്റവും അടുപ്പമുള്ള നിമിഷമായി വിശേഷിക്കപ്പെടുന്ന ആത്യന്തികമായ വിനയത്തോടെ നാം ചെയ്യുന്ന സുജൂദ്, കൃതജ്ഞത, വിശ്വാസം, മറ്റൊരാളെ ഉൾക്കൊള്ളാനുള്ള കഴിവ് എന്നിവ വളർത്തുന്നു. ശരീരശാസ്ത്രപരമായി സുജൂദ് തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു, സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. മാനസികമായി സൃഷ്ടാവിൻ്റെ മുമ്പിൽ തൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളും ഇറക്കിവെക്കുമ്പോൾ ആന്തരിക പിരിമുറുക്കങ്ങൾ കുറയുന്നു. നമസ്കാരം കൂട്ടമായി നിർവഹിക്കുന്നതാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അതുമൂലം സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുന്നു. മറ്റുള്ളവരോടൊപ്പം പ്രാർത്ഥിക്കുന്നത് അവരിൽ ഐക്യബോധം വളർത്തുന്നു. നമസ്കാരം അതിൻ്റേതായ രീതിയിൽ നിലനിർത്തുന്നതോടെ വിശ്വാസികൾ ഒരു ആത്മീയ ബാധ്യത നിറവേറ്റുന്നതോടൊപ്പം മാനസിക ഉന്മേഷത്തിനും ക്ഷേമത്തിനും കൂടി അത് കാരണമാകുന്നു. നമസ്കാരം വെറുമൊരു പ്രാർത്ഥനയല്ല, അത് അർത്ഥപൂർണവും സംഘടിതവുമായ ജീവിതം നയിക്കുന്നതിനുള്ള സമഗ്രമായ സമീപനമാണ്.